വയനാട് പുനരധിവാസത്തിനായി ടൗൺഷിപ്പ് നിർമ്മാണത്തിനുള്ള എൽസ്റ്റൺ എസ്റ്റേറ്റ് നഷ്ടപരിഹാര തുക നിശ്ചയിച്ച് സർക്കാർ 26.5 കോടി രൂപയ്ക്ക് 64 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കും. മാതാപിതാക്കൾ നഷ്ടമായ കുട്ടികൾക്ക് 10 ലക്ഷം രൂപ പഠനസഹായം നൽകാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായി 8 മാസം പിന്നിട്ടിട്ടും പുനരധിവാസം വൈകുന്നതിൽ പ്രതിഷേധം ശക്തമാകുമ്പോഴാണ് എസ്റ്റേറ്റ് ഏറ്റെടുക്കുന്നതടക്കം നടപടികൾ വേഗത്തിലാക്കാൻ സർക്കാർ തീരുമാനമെടുത്തത്. ടൗൺഷിപ്പ് നിർമ്മാണത്തിനായി കൽപ്പറ്റയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ 64 ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കുന്നത്. ഇതിനായി 26,56,10,769 രൂപ നഷ്ടപരിഹാരം നൽകാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് തുക അനുവദിക്കുക. ഉരുൾപൊട്ടലിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട 7 കുട്ടികൾക്കും മാതാപിതാക്കളിൽ ഒരാൾ മാത്രം നഷ്ടമായ 14 കുട്ടികൾക്കും പഠനാവശ്യത്തിനു വേണ്ടി മാത്രം 10 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും അനുവദിക്കും. 18 വയസ്സുവരെ തുക പിൻവലിക്കാനാകില്ല എന്ന വ്യവസ്ഥയിൽ ജില്ലാ കളക്ടറുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കും. പ്രതിമാസ പലിശ രക്ഷകർത്താവിന് നൽകാനും കളക്ടറെ ചുമതലപ്പെടുത്തി. തൃശൂർ പീച്ചി ഡാമിന്റെ റിസർവോയറിലുണ്ടായ അപകടത്തിൽ മരണപ്പെട്ട 3 കുട്ടികളുടെ മാതാപിതാക്കൾക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപ വീതവും പരിക്കേറ്റ കുട്ടിക്ക് 1 ലക്ഷം രൂപയും ധനസഹായം നൽകാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.